ഈ ഒരു സമയത്തൊക്കെ കല്ലുപ്പിൻ്റെ ഉപയോഗം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു പിടി കല്ലുപ്പെടുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ സിറ്റ് ഔട്ടിലാണ് ചെടികൾ വെക്കുന്നത്. ഇതിലും കൂടുതൽ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ഭംഗിയൊന്നും ഉണ്ടാവാറില്ല. എലിശല്യം നന്നായിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ബാക്കിലൊക്കെ കുറേ കപ്പയും നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോടൊക്കെ മാന്തി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ശല്യം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു എലീൻ്റെ ശല്യം മാത്രമല്ല, വീട്ടിലേക്ക് വേറെ ഒരു ജീവിൻ്റെ ശല്യം ഉണ്ടാവില്ല. അത് ഞാൻ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ ഉറുമ്പ്, അതുപോലെ പല്ലി, പാറ്റ, അങ്ങനെ എല്ലാ ഇതും നമുക്ക് മാറിക്കിട്ടാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു പിടി ഉപ്പെടുത്തു, ഒരു 4-5 വെളുത്തുള്ളി എടുത്ത് തൊലി കളയണ്ട, ഇങ്ങനെ ഒരു ചതച്ച് വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചതയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കായം ഉണ്ടല്ലോ, സാമ്പാർ കായോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയാണെങ്കിലും എടുക്കുക. അപ്പോൾ ഇതാ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ ഇത് നന്നായിട്ടാണ് തിളപ്പിക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും എല്ലാം കൂടി കൂടുമ്പോൾ. അപ്പോൾ ഞാനിത് ജസ്റ്റ് കൈ കൊണ്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ വെള്ളം ഒന്ന് അലിഞ്ഞ് ഇതാവും. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. അപ്പോൾ ആ ഒരു കുപ്പീൻ്റെ അടപ്പിൽ ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് എലിശല്യം, അതുപോലെ തന്നെ ഈ ചെടിച്ചട്ടിയൊക്കെ വെക്കുന്നിടത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് ഓടിക്കാം കേട്ടോ. ഇതുപോലെ തളിച്ച് കൊടുത്താൽ മതി. ട്രൈ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കാണാം. പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.